ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. ഇന്ന് വന്നിട്ടുള്ളതൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ കുംഭമേള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉത്സവം. ആ കുംഭമേളം നടക്കുന്നതിന് മുന്നേ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് RSS സംഘപരിവാർ ചാനൽക്കാർ. മലപ്പുറം ജില്ലയിലെ കുംഭമേള നടക്കുന്നതിന് വേണ്ടി അതിനെ എതിര് നിൽക്കുന്നത് അവിടെയുള്ള മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് പ്രചരണം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം അതെല്ലാം വെറുതെ ആണെന്നുള്ളത് ന്യൂസ് തിരിച്ചു വന്നു. അതിനുശേഷം കുംഭമേള നല്ല രീതിയിൽ ഭംഗിയായി നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലും നല്ല വാർത്തകൾ വന്നിരുന്നു. അവിടെയുള്ള മുസ്ലിങ്ങൾ സഹോദരങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെയുള്ള സ്ഥലങ്ങളെല്ലാം അവിടെ വരുന്ന ഭക്തർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ നിർത്താൻ എല്ലാത്തിനും വേണ്ടി സഹകരിക്കുന്നുണ്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട്. ഇന്നിപ്പോൾ അവർ താടി വെച്ചിട്ടുള്ളതിലുമല്ല, RSS സംഘപരിവാറിൻ്റെ ആൾക്കാർ തന്നെയാണ്. സ്വാമി താടി വെച്ചിട്ടുള്ള സ്വാമി മൂപ്പര് പറയുന്നത്, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഈ മലപ്പുറം ജില്ലയിൽ നിങ്ങളൊന്ന് ഉണരണം. ഉണരുന്നതെന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്നത് ഇവിടെ ഹിന്ദു മാത്രം അതിൽ മുസ്ലിങ്ങൾ വേണ്ടാന്ന്. മലപ്പുറം ജില്ലയിൽ ഒരു പ്രശ്നം ഇല്ലാണ്ട് പോകുന്ന ഒരു ജില്ലയാണ്. ജാതി മതഭേദം ഇല്ലാണ്ട് എല്ലാവരും ഒന്നിച്ച് പോകുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സംഘപരിവാറിൻ്റെ ആൾക്കാർ മലപ്പുറം ജില്ലയെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ, നല്ലവരായ ഹിന്ദുക്കൾ, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് അറിയിക്കുന്നു. മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ബാഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങളിതിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ അറിയിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ മറക്കരുത്, ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്? ഉണരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത്. ഈ ഭാരതത്തെ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് രണ്ടായി മുറിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. 2047 ആകുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു. ഞാനല്ല ഇത് പറയുന്നത്, പലരും പല വേദികളിൽ നിന്നെന്ന് പറയുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതാക്കന്മാർ പറയുന്നു, മതമാണ്, മതത്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ്. ഞങ്ങൾക്ക് 7 മന്ത്രിമാർക്കുള്ള അവകാശമുണ്ട്, ഉപമുഖ്യമന്ത്രി ഞങ്ങളുടെ പാർട്ടി തന്നെ പെട്ട ആൾ തന്നെ ആകണം. ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ? പൊട്ടന്മാരാണോ? ബുദ്ധിയിലെന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത്? ചിന്തിക്കൂ. നമ്മുടെ അനന്തര തലമുറ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ, നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചവർ അനുഭവിക്കണം എങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഭാരതത്തിലെ ജനാധിപത്യം നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളുടെ മക്കളെ സംരക്ഷിച്ചുകൊള്ളും. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കിട്ടും. ഇവിടുത്തെ സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള കോടതികൾ അവർക്ക് വേണ്ടി നിൽക്കും എന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ഈ കോടതിയൊക്കെ പോകും. ഇവിടെ വരാൻ പോകുന്നത് ശരീഅത്ത് കോടതിയാണെന്ന് അവർ പറയുന്നു. അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഇവിടെ വരാൻ പോകുന്നത് മതാധിഷ്ഠിത രാഷ്ട്രമാണെന്ന് അവർ പറയുന്നു. ഞാനല്ല. വേണമോ വേണ്ടയോ, അതിന് അവസരം കൊടുക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഇണങ്ങ്